തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മരുന്നുകൾ മോഷണം പോയതായി പരാതി. ആശുപത്രിയിലെ 14-ാം വാർഡിൽ നിന്നാണ് മരുന്ന് മോഷണം പോയത്. മോഷണം പോയതിൽ നാർക്കോട്ടിക് പരിധിയിൽ വരുന്ന ഉറക്ക ഗുളികയും ഡബിൾ ലോക്കറിൽ വയ്ക്കേണ്ട മരുന്നുകളുമാണ് കാണാതായത്. ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും 5 വയസ്സ് പാലം ചേരുന്നുണ്ട്. 5 ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും മരുന്നുകൾ മോഷണം പോയിരിക്കുകയാണ്. ആശുപത്രിയിലെ 14-ാം വാർഡിൽ നിന്നാണ് മരുന്നുകൾ മോഷണം പോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറ്റ് ഇന്നലെ 2 മാസം തികയാണ്. ഒരുപാട് ഭാഗങ്ങളിൽ പാളിച്ചകൾ ഒക്കെ തന്നെ സംഭവിച്ചിരുന്നു. ഏറ്റവും വലിയൊരു പാളിച്ചയാണ് ഇപ്പോൾ സർക്കാരിന്റെയും അതുപോലെ ആരോഗ്യ മേഖലയുടെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണുപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വീഴ്ചയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ നർക്കോട്ടിക് പരിധിയിൽ വരുന്ന മരുന്നുകളാണ് ഇപ്പോൾ മിസ്സിംഗ് ആയിരിക്കുന്നു എന്നൊരു പരാതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത്. ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് ഇത് മിസ്സിംഗ് ആയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡിലേക്ക് ഈ ഫാർമസിയാണ് കാണാതായിരിക്കുന്നത്. അതിൽ ഉറക്ക ഗുളിക അടക്കമുള്ള വിവിധ നർക്കോട്ടിക് പരിധിയിലെ വിവിധ ഗുളികകളാണ് കാണാതായിരിക്കുന്നത്. ഏറ്റവും ഗുരുതരകരമായ കാര്യമെന്ന് പറയുന്നത് നമുക്കൊരു ഡോക്ടറിന്റെ കുറിപ്പ് പോലും ഇല്ലാതെ ഇത്തരത്തിലുള്ള മരുന്നുകൾ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോലും മേടിക്കാൻ കഴിയില്ല. അത്തരത്തിൽ വലിയ സുരക്ഷിതമായ ഡബിൾ ലോക്കറിലടക്കം സൂക്ഷിക്കേണ്ട മരുന്നുകളാണ് ഈ നർക്കോട്ടിക് പരിധിയിൽ വരുന്ന ഗുളികകളും മെഡിസിനുകളും. അതിൽ ഉറക്ക ഗുളിക അടക്കം വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഗുളികകളാണ് നേഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് കാണാതായത് എന്നുള്ളൊരു പരാതി ഇപ്പോൾ ലഭിക്കുന്നത്. വലിയ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം സുരക്ഷിതമായി തന്നെ ഈ ആളുകളിൽ നിന്നൊക്കെ ആളുകൾ എടുക്കാതിരിക്കേണ്ട രീതിയിലൊക്കെ ക്രമീകരിക്കേണ്ട മരുന്നുകളാണ് ഇത്തരത്തിൽ മോഷണം പോയതെന്ന് പറയുന്ന ഒരു പരാതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന കൃത്യമായ ഒരു ഉത്തരവാദിത്തമില്ലായ്മയും അലംഭാവവുമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിൽ അന്നുണ്ടായിരുന്ന, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരൊക്കെ പോയതുകൊണ്ട് മൊഴിയെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു വീഴ്ച തന്നെയാണ് ഈ നർക്കോട്ടിക് പരിധിയിലുള്ള മരുന്നുകളുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നിലധികം ഗുളികകൾ ചിലപ്പോൾ അടുപ്പിച്ച് കഴിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള മരുന്നുകളാണ് ഈ നർക്കോട്ടിക് പരിധിയിൽ വരുന്നത്. ആത്മഹത്യാ ശ്രമത്തിന് വേണ്ടി പലരും കഴിക്കുന്നതാണ് ഈ ഉറക്ക ഗുളിക അടക്കമുള്ള മരുന്നുകൾ. അത്തരത്തിലുള്ള മരുന്നുകൾ കാണാതെ പോകുന്നതിന്റെ ഗുരുതര സ്വഭാവം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് വിഷ്ണുപ്രിയ. അതിപ്പോൾ അഞ്ചു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയൊരു വീഴ്ച തന്നെയാണ് സംഭവിച്ചത്. കാരണം ഏറ്റവും സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. ആ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചത് വൻ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ 10 വർഷം ഈ സർക്കാർ, അതായത് മുൻ സർക്കാർ ഭരിച്ച കഴിഞ്ഞ 10 വർഷം ഇതുപോലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് സംഭവ വികാസങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലടക്കം ഒരുപാട് വീഴ്ചകളും പാളിച്ചകളും ഒക്കെ തന്നെ സംഭവിച്ചു അല്ലേ? ഇതും അതുപോലെ തന്നെ നമുക്ക് ഒരു അട്ടിമറിയിലേക്ക് കാണാൻ കഴിയുന്ന ഒന്നാണോ? തീർച്ചയായും അവന്തിക്ക് ഈ ആരോഗ്യ വകുപ്പിന്റെ ഒരു സിസ്റ്റം തന്നെ കുത്തഴിഞ്ഞു പോയ ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം പല സ്ഥലങ്ങളിലും ഈ രോഗികൾക്ക് ചികിത്സ ലഭിക്കാതെ മരിക്കുന്ന ഒരു സംഭവം അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് അത്തരത്തിലുള്ള ഒരു വാർത്ത വന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം. മെഡിക്കൽ കോളേജ് പോലെ വലിയ സുരക്ഷിതമായ ഒരു ആശുപത്രിയാണ്. ഒരുപാട് രോഗികൾ വരുന്ന, ഒരുപാട് തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശുപത്രിയിൽ ഇത്തരത്തിൽ വലിയൊരു ഒരു അലംഭാവം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് പറയുന്നത് വലിയ തരത്തിലുള്ള ഈ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ച തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അത്തരത്തിലൊരു സർക്കാർ ഉണ്ടായിരുന്നു, ഒരു ആരോഗ്യ വകുപ്പ് ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടായാൽ കൃത്യമായി തന്നെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിന്റെ കുറവില്ലായ്മ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പാളിച്ചകൾ സംഭവിക്കുന്നു. 2 മാസം പിന്നിടുമ്പോഴാണ് മെഡിക്കൽ കോളേജിൽ നടക്കം മരുന്നുകൾ നഷ്ടമാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. ഇത് ആരോഗ്യ വകുപ്പിന്റെ വലിയ പാളിച്ചയാണ്. കാരണം കൃത്യമായി തന്നെ ഇതെല്ലാം നിരീക്ഷിക്കാൻ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. അത്തരത്തിലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥർക്കും അധികൃതർക്കും അടക്കം കൃത്യമായി തന്നെ ഡ്യൂട്ടി ചെയ്യാനും അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് കടക്കും എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കാനുള്ളൊരു
ഒരു നടപടി ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം പറയുന്നത് സിസ്റ്റത്തിലെ അനുസരിക്കാതെ നിൽക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ളൊരു കാര്യമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പലപ്പോഴും പറയുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി തന്നെ ആരൊക്കെയാണോ തനിക്കെതിരെ നിൽക്കുന്നത് അത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ നടപടിയെടുക്കും, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെ മോശമായി ചിത്രീകരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും എന്ന രീതിയിലാണ് ആരോഗ്യമന്ത്രി പോകുന്നത്. അത്തരത്തിൽ ഒരു ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെയല്ല പലപ്പോഴും നടപടിയെടുക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സിസ്റ്റത്തിനെ എതിർക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്ന തരത്തിലേക്ക് പോകുന്നത്. സിസ്റ്റത്തിൻ്റെ വീഴ്ചകൾ ആരെങ്കിലും പുറത്തു പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കുന്ന തരത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ വീഴ്ചകൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുരുതര സ്വഭാവം വളരെ വലുതാണ്. കാരണം വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മരുന്നാണ്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പലരും ഇത് ഉപയോഗിച്ചിരുന്ന അധികം ഡോസ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മരണത്തിലേക്ക് വരെ എത്തിക്കുന്ന ഒരു മരുന്ന് ഇത്രയും അലംഭാവപൂർണ്ണമായ രീതിയിൽ കൈകാര്യം ചെയ്ത ഒരു മെഡിക്കൽ കോളേജ് നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് തന്നെ വലിയ ഗുരുതരമായ സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ആരോഗ്യവകുപ്പ് അന്വേഷണം അടക്കം നടത്തേണ്ടതുണ്ട്. കാരണം അത്രയും വലിയ ഒരു അലംഭാവകരമായ ഒരു വിലോപം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ട്. ഈ ചികിത്സാ പിഴവ് അടക്കമുള്ള കാര്യങ്ങൾ, ചികിത്സാ പിഴവുണ്ട്, അതുപോലെ തന്നെ ചികിത്സ നിഷേധിക്കുന്നത് കൊണ്ട് ആളുകൾ മരിക്കുന്ന സംഭവങ്ങൾ അടക്കമുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഈ മരുന്ന് മിസ്സിംഗ് ആയ കാര്യം നമ്മൾക്ക് വലിയ ഗുരുതരമായ സംഭവമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും ഇതൊക്കെ സ്ഥിരം ഇനി ഇവിടെ നടക്കാൻ പോകുമെന്നുള്ളൊരു സൂചന കൂടിയാണ് കിട്ടുന്നത്. കാരണം 2 മാസമായിട്ടേ ഉള്ളൂ പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നത്. അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നത് ആരോഗ്യവകുപ്പാണ്. ആരോഗ്യവകുപ്പ് ഇതുമായി സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നതും. വിഷ്ണുപ്രിയ.